നമസ്കാരം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കേരളത്തിൽ 26,000-ഓളം ആശാ വർക്കേഴ്സ്, അത് നാഷണൽ ഹെൽത്ത് മിഷന്റെ അടിയിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കേഴ്സ്, അവർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കേരള സർക്കാരിനെതിരെ സമരത്തിലാണ്. 2 തൊട്ട് 6 മാസം വരെ അവർക്ക് അവരുടെ സാലറികൾ, അവരുടെ വേതനങ്ങൾ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. അതായത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാണ് ഇത് അവർക്ക് വേതനങ്ങൾ കൊടുക്കാൻ സാധിക്കാത്തതെന്നാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിജിയും ഭാരതീയ ജനതാ പാർട്ടിയുമാണ്. ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും ഒരേപോലെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, അതുപോലെ തന്നെ ഒരു വികസിത് ഭാരതം ഉണ്ടാകുമ്പോൾ ഒരു സ്വസ്ഥ ഭാരതം, എല്ലാവർക്കും നല്ല ആരോഗ്യം, ഇങ്ങനത്തെ ഒരു വിഷനിൽ ഇന്ന് ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഇന്ത്യയിലെ എല്ലാവർക്കും എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. അനിൽ ആന്റണിയുടെ പ്രശ്നം കുറെ കാലമായി കണ്ടിട്ട്, പുള്ളിക്കാരന്റെ പ്രശ്നം ആശാ വർക്കർമാർക്ക് 2 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഓണറേറിയം കൊടുത്തിട്ടില്ല. 26,000-ഓളം ആശമാർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആശമാരുടെ കണക്കൊക്കെ അനിൽ ആന്റണിക്ക് അറിയാം. ഇതിൽ എത്ര പേരാണ് ഇപ്പൊ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ 20,000-ഓളം വരുന്ന ആശമാരിൽ എത്ര ആശമാരാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു 100 പേർ കാണും. ബാക്കി അവിടെ കൂടിയിരിക്കുന്നത് ഇടതുപക്ഷത്തെ ചീത്ത പറയാൻ വേണ്ടി, മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറി വിളിക്കാൻ വേണ്ടി ചില സൂസി പാർട്ടിക്കാരും പിന്നെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരുമാണ്. അതല്ലാതെ ആരാണ് ഈ സമരം നടത്തുന്നത്? അനിൽ ആന്റണി ഈ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, മോദിജി എന്നൊക്കെ പറഞ്ഞല്ലോ, തള്ളിയല്ലോ. അല്ലടോ, ആശമാർക്ക് കൊടുക്കാൻ എത്ര രൂപയാണ് കേന്ദ്രം നൽകുന്നത്? 600 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. അത് 1000 വരെ നൽകുന്നതുമുണ്ട്. എന്തായാലും 600 മുതൽ 1000 വരെയാണ് കേന്ദ്രത്തിന്റെ വിഹിതം. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്രയാണ് കൊടുത്തോണ്ടിരുന്നത്? അതെല്ലാവർക്കും അറിയാം. കേവലം 3000 രൂപയാണ് അന്ന് ഈ ആശമാർക്ക് കൊടുത്തിരുന്നത്. നോക്കൂ നിങ്ങൾ, കേന്ദ്രം നൽകുന്നത് 600 മുതൽ 1000 വരെ. എന്നാൽ കേരളം ഇവിടെ കൊടുക്കുന്നതോ 7000 മുതൽ 13,500 രൂപ വരെ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണ് ആശാ വർക്കർമാർക്ക് ഇത്രയധികം തുക ഓണറേറിയമായി നൽകുന്നത്. ആ ബോധം ഈ നാട്ടിലെ ആശാ വർക്കർമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സമരത്തിന് വളരെ ചുരുക്കം ചില ആശമാർ, അത് എന്തിന്റെ പേരിലാണ് ഈ സമരം നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. നിങ്ങൾ നോക്കി, UP-യിൽ 1,500 രൂപയാണ് ആശമാരുടെ ഓണറേറിയം. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് അത് 5,000 രൂപയാണ്. കേരളം നൽകുന്നത് 13,200 രൂപ. ഇതാണ് മാറ്റം. UDF-ന്റെ കാലത്ത് 3000 ആയിരുന്നെങ്കിൽ അതിന്ന് 7,000 മുതൽ 13,200 വരെ ആക്കിയത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശേഷമാണ് എന്ന ബോധ്യം ഉണ്ടാവണം. എന്നിട്ട് പറയാണ് മോദിജി സബ്കാ വികാസും സബ്കാ വിശ്വാസും ഒക്കെ പറയുന്നുണ്ടല്ലോ ഈ അനിൽ ആന്റണി. അവിടുന്ന് കിട്ടുന്നത് 600 രൂപയാണ്. നിങ്ങൾ നോക്കി, ഇവിടെ ലൈഫ് ഭവന പദ്ധതിയിൽ എത്ര നമ്മൾ കൊടുക്കുന്നത്? 4 ലക്ഷം രൂപ കേരള സർക്കാർ നൽകുന്നു വീട് വെക്കാൻ. എത്രയാ കേന്ദ്രം തരുന്നത്? 72,000. എന്നിട്ട് ഈ PMAY പദ്ധതി വഴി നൽകുന്ന വീടുകളുടെ ഭാഗമായി 72,000 രൂപ തന്നാൽ ആ വീടിന്റെ മുന്നിൽ നരേന്ദ്രമോദിയുടെ പടം വെക്കണം എന്ന് വാശി പിടിച്ചു. നരേന്ദ്രമോദി അത് വെച്ചില്ലെങ്കിൽ പണം തരൂല എന്ന് പറഞ്ഞു. കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ കാരണം അതൊക്കെയല്ലേ? അർഹതപ്പെട്ട പണം പോലും തരുന്നില്ല. വന്നല്ലോ നരേന്ദ്രമോദി വയനാട്ടിലേക്ക്.
അവിടുത്തെ കുട്ടികൾ എടുത്തുകൊണ്ട് നടന്നില്ലേ? അവിടെ നാടകം കളിച്ചു പോയില്ലേ? ഒരു അടിയന്തര സഹായം വയനാടിന് വേണ്ടി ഏർപ്പാടാക്കാൻ എന്തേ അനിൽ ആന്റണി ഈ സബ്കാ വികാസ് ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിക്ക് കഴിയാതെ പോയത്? ബജറ്റിലെങ്കിലും എന്തെങ്കിലും ഈ വയനാടിന് വേണ്ടി നൽകാൻ തയ്യാറായോ ഈ നരേന്ദ്രമോദി? തിരിച്ചറിയണ്ടേ നമ്മളിത്? എന്നിട്ട് ആരെയാ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. പെൻഷൻ തുക എത്രയാ കിട്ടുന്നത്? 200 രൂപ. ഇവിടെ കൊടുക്കുന്നതോ? ഇവിടെ കൊടുക്കുന്ന 1600 രൂപ. എന്നിട്ട് ഇതൊക്കെ ഇവിടെ പരമാവധി നടന്നു പോകുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും കരുത്തോടെ ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പെൻഷനും ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുടങ്ങുമ്പോൾ ഈ BJP ഇറങ്ങാണ്. എന്ത് ഉളുപ്പുണ്ട് ഇവർക്ക്? നമ്മൾ കൊടുക്കുന്ന GST വിഹിതം നമുക്ക് അർഹതപ്പെട്ടതുപോലും തിരിച്ചു തരാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേന്ദ്രം. കടുത്ത അവഗണനയാണ് കേരളത്തോട് കാണിക്കുന്നത്. ബജറ്റിലും കടുത്ത അവഗണന കേരളത്തോട് കാണിച്ചു. എല്ലാ തരത്തിലും ഈ നാടിനെ തകർക്കാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുന്നവന്മാരാണ് ഇപ്പൊ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പിണറായിയെ കുറ്റം പറയുന്നു. എന്തായാലും ആന്റണിയുടെ മോനെ പറഞ്ഞു വിട്ട കെ സുരേന്ദ്രന്റെ ആ ബുദ്ധി ഉണ്ടല്ലോ, ഈ പച്ച നുണ എഴുന്നള്ളിക്കാൻ ആന്റണിയുടെ മോനെ തന്നെ പറഞ്ഞു വിട്ട കെ സുരേന്ദ്രന്റെ ആ ബുദ്ധി അതിനെ നമിച്ചിരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.